ഹലോ. ഇന്ന് എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചകിരിച്ചോറ് എന്നുള്ളത്. അതായത് ചകിരിച്ചോറ് കൊണ്ട് പല ഗുണങ്ങളുണ്ട് ചെടിക്ക്. പിന്നെ അതായത് വിത്ത് പാകി മുളപ്പിക്കാനായാലും ചെടികൾ നടാനായാലും കട്ട പിടിക്കുന്ന മണ്ണാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രോങ് കുറച്ചിട്ട് കുറച്ച് വെയ്റ്റ്ലെസ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ചകിരിച്ചോറ് സഹായിക്കും. ഞാൻ ഇതുപോലത്തെ ചകിരിച്ചോറിലാണ് ചെടികൾ നടുന്നത്. ചകിരിച്ചോറ് മാത്രം എടുത്തിട്ടല്ല, ചകിരിച്ചോറും മണ്ണും മാത്രം എടുക്കും, എന്നിട്ടത് മിക്സ് ചെയ്തിട്ട് നടും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചുമന്ന നിറത്തിലുള്ള മണ്ണാണുള്ളത്. അത് പെട്ടെന്ന് ചളി പിടിക്കുന്ന മണ്ണും പെട്ടെന്ന് ഉറച്ചിട്ട് വേര് പിന്നെ ചെടിക്ക് പോകാൻ പറ്റില്ല, അത്രയ്ക്കും സ്ട്രോങ് ആവും. അപ്പോൾ ആ ഒരു കട്ട പിടിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന രീതി എന്ന് വെച്ചാൽ രണ്ടും ഈക്വലായിട്ട് എടുക്കില്ല. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 1 കപ്പ് മണ്ണെടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പ് ചകിരിച്ചോറ് എടുത്തിട്ട് നടും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചകിരിച്ചോറ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരു പാക്കറ്റിന് 40 രൂപയാണ് വരുന്നത്. നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിലോ അല്ലെങ്കിൽ DTTC വഴി ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പിറ്റോണിയുടെ വിത്ത് ഞാൻ മുളപ്പിക്കുന്നത് ചകിരിച്ചോറ് മാത്രം എടുത്തിട്ട് മുളപ്പിക്കാറില്ല. കാരണം പല ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. അത് തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്കത് സക്സസ് ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ മണ്ണും അല്ലെങ്കിൽ എംസാൻഡ് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിൽ പിന്നെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പ് മണ്ണെടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പ് ചകിരിച്ചോറ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ വിത്ത് പാകി മുളപ്പിച്ചെടുക്കുന്നതാണ് ഞാൻ മുമ്പ് ഒരുപാട് പിറ്റോണിയുടെ സെയിൽ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഈ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.